ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ വെച്ചിട്ടൊരു അച്ചാറാണ് കേട്ടോ. നല്ല നാരങ്ങ അച്ചാർ. അതിനുവേണ്ടി ആദ്യം നമ്മുടെ നാരങ്ങ കഴുകി നന്നായിട്ട് തുടച്ചെടുത്ത് മാറ്റി വെക്കണേ. അതിനുശേഷം നമ്മളിത് നല്ലെണ്ണയിൽ വാട്ടിയാണ് എടുക്കുന്നത്. അത് വാട്ടുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ആദ്യം ഒരു സെറ്റ് പിന്നോ സൂചിയോ ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ളത് വേണം കേട്ടോ. അതൊന്ന് കുത്തി നല്ലൊന്ന് ചുറ്റുപാടും ഒന്ന് കുത്തി അതിൻ്റെ ആ ഒരു ചൊന നമ്മൾ കുറച്ച് കളയുന്നുണ്ട്. അതിന് ശേഷം ഇത് തുടച്ച് വൃത്തിയാക്കി വെച്ചത് നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്കൊരു 75 ml നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ നല്ലെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ നാരങ്ങ പറക്കിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണേ. ഇത് വാടി കഴിയുമ്പോൾ അതൊന്ന് ചുങ്ങി വരും. അതാണ് ഇതിൻ്റെ കണക്ക്. ആ ടൈമിൽ നമുക്കിത് കോരി മാറ്റി വെക്കാവേ. ഇത് ഈ വാട്ടാൻ ഉപയോഗിക്കുന്ന നല്ലെണ്ണ പിന്നെ നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഈ നാരങ്ങയുടെ കറയും കൂടി ഇറങ്ങിയിട്ട് അത് മോശമായി പോകും. ഇതെല്ലാം നമ്മളതുപോലെ വാട്ടിക്കോരി എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ. അതിൻ്റെ ഒരു ചൊന പറ്റിയിട്ട് നാരങ്ങയിലൊരു പാടുണ്ടാവും. അതെല്ലാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നമ്മളത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നമ്മൾ 4ആയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത്. 4ആയിട്ട് കട്ട് ചെയ്ത് അച്ചാറിന് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ടക്കായമാണ് ഉപയോഗിക്കുന്നത്. നമ്മളവിടെ കായം ഒരു ചീനിച്ചട്ടിയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലേലാണ് കേട്ടോ. ദോശക്കല്ലേലാകുമ്പോൾ പെട്ടെന്ന് കായം പൊള്ളി വരും. അത് ഇപ്പോൾ കായം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കായം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അത് തണുത്തിട്ട് വേണം പൊടിക്കാൻ. അന്നേരത്തേക്ക് നമ്മുടെ നാരങ്ങ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കാവേ. നമ്മൾ 4ആയിട്ടാണ് അരിയുന്നത്. നാരങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കായം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാവേ. തണുത്തതിന് ശേഷം പൊടിക്കുമ്പം കായം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. കട്ടക്കായമാണ് എപ്പോഴും നല്ലത്. നമ്മൾ ചില സമയത്തൊന്നും നമ്മുടെ പൊടിക്കായത്തിന് അത്ര ഒരു ടേസ്റ്റ് ഇല്ല. അതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 50 ml നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ അച്ചാറിന് നല്ലത്. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഒരു കുറച്ച് നല്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടില്ല. നമ്മൾ പൊടിച്ച് വെച്ച കായവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് 1 കപ്പ് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ടു. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊരു 5-10 മിനിറ്റോളം നമ്മൾ അടുപ്പേ വെക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂടി റെഡിയാവുന്നുണ്ട്. അതിന് ശേഷം പെട്ടെന്ന് നമ്മളിത് മാറ്റുന്നുണ്ട്. കാരണം നമ്മുടെ അലുമിനിയം ചട്ടിക്കകത്ത് ഇത് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നല്ലൊരു ചില്ല് ഭരണിയിലിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്നുകൂടെ ചൂടാക്കി അത് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നല്ല എയർ ടൈറ്റായ ഭരണിയിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.